അൻവറിന്റെ പരസ്യ വിമർശനങ്ങളോടെ തുറന്നുകാട്ടപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പ്രവർത്തനം പരിശോധിക്കാൻ സിപിഐഎം നിർബന്ധിതമാകുന്നു. പോലീസിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും അനുസരിച്ചാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പകരം സ്വന്തം താൽപര്യങ്ങൾ നടപ്പിലാക്കിയെന്നതാണ് പി ശശിക്കെതിരെ ഉയരുന്ന പരാതി. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ശശിയെ മാറ്റണമെന്ന ആവശ്യം ശക്തമായതോടെ സിപിഐഎം ഈ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും ആർ ശ്രീജിത്ത്, പി ശശിയുടെ കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനം എന്താണ്? പൊതുമധ്യത്തിൽ തുറന്നു കാട്ടപ്പെട്ടില്ലേ ഒരു സംഭാഷണത്തിലൂടെ? ഇനിയും എന്ത് തെളിവാണ് വേണ്ടത്? സുജിയ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രവർത്തനം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നയങ്ങൾക്കും നിലപാടുകൾക്കും അനുസൃതമല്ല എന്ന ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, നിലമ്പൂർ MLA, CPIM സ്വതന്ത്ര MLA PV അൻവറാണ്. അപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് പോലും വരാത്ത തരത്തിലുള്ള വളരെ ശക്തമായ വിമർശനം സ്വന്തം കൂടാരത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്നതാണ് CPIM സർക്കാരും നേരിടുന്ന പ്രതിസന്ധി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സർക്കാരിൻ്റെയും നയങ്ങൾക്കും നിലപാടുകൾക്കും അനുസൃതമായിട്ടാണോ പോലീസിൻ്റെ പ്രവർത്തനമെന്ന് ഉറപ്പുവരുത്തുക എന്ന ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിറവേറ്റുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കി അതിന് ADGP MR അജിത് കുമാറുമായി കൂട്ടുചേർന്നു എന്ന കാര്യമാണ് ഈ PV അൻവറിൻ്റെ ആരോപണത്തിലൂടെ പുറത്തു വന്നത്, തുറന്നു കാട്ടപ്പെട്ടത്. മാത്രമല്ല സുജിത് ദാസും അതോടൊപ്പം തന്നെ PV അൻവറും തമ്മിൽ നടത്തുന്ന ടെലിഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡ് പുറത്തു വന്നപ്പോൾ അവിടെയും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്, തണലൊരുക്കുന്നത്, സംരക്ഷണ കവചം തീർക്കുന്നത് ഈ പി ശശിയാണ് എന്ന കാര്യം സുജിത് ദാസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും കാര്യങ്ങൾ ശശിക്ക് പ്രതികൂലമായി തന്നെ വരികയാണ്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. കാരാട്ട് റസാഖ്, മുൻ MLA കാരാട്ട് റസാഖ് പരാതി ഉന്നയിക്കുന്നു. പോലീസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KT ജലീൽ പരാതികൾ ഉന്നയിക്കുന്നു. അദ്ദേഹം ഇന്നും ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹയെ കണ്ട് അദ്ദേഹം പരാതികൾ കൈമാറുന്നു. അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഉത്തരവാദിത്തം പി ശശിയുടെ മേലാണ് വരുന്നത്. ഈ പി ശശിയുടെ വീഴ്ചകൾ, പോരായ്മകൾ ആണ് ഇതിന് കാരണമെന്ന് വരുമ്പോൾ അത് ചർച്ച ചെയ്യാൻ, ആ വിഷയം പരിശോധിക്കാൻ CPIM നിർബന്ധിതമാവുകയാണ്. അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് നേതാക്കളും ആവർത്തിക്കുമ്പോൾ അതിൽ ആദ്യമായി സംഘടനാപരമായ പരിശോധന ആവശ്യപ്പെടുന്നത് പി ശശിക്കെതിരായ പരാതികളാണ്. അതുകൊണ്ട് തന്നെ CPIM ഈ വിഷയം ചർച്ച ചെയ്യാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ഓക്കെ, താങ്ക് യു. PV അൻവർ ഉയർത്തിയത് ഗുരുതര ആരോപണമാണ്. അത് പരിശോധിക്കേണ്ട നിർബന്ധിതമായ അവസ്ഥയിലേക്ക് CPIM എന്ന പാർട്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ അടക്കം തീരുമാനം എന്താകും, മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താകും? കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിക്ക് പാർട്ടിക്ക് മുന്നിൽ പറയാനുള്ളത് എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.